എല്ലാവർക്കും നമസ്കാരം. ഞാൻ അബ്ദുള്ള എടക്കാവ്, ഡയറക്ടർ കർഷക വിദ്യാപീഠം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായ രീതിയിൽ നെൽകൃഷി ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഇതാ ഷീറ്റിൽ നിങ്ങൾക്ക് കാണാം. ഞാൻ ആ ഷീറ്റിലാണ് ഇപ്പോൾ ഈ നെൽകൃഷി ചെയ്തിരിക്കുന്നത്. ഈ വിത്ത് സൺമധു ചെറിയ അരിയാണ്, നമ്മൾ ബിരിയാണിക്കും നെയ്ച്ചോറിനൊക്കെ ഉപയോഗിക്കുന്ന അരിയുടെ വിത്താണ്, നെൽവിത്താണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതാ ഈ ഷീറ്റിലിടുന്നതിനുള്ള മെച്ചം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ വയലിൽ 3 ഏക്കർ വയലിൽ ചെയ്തിട്ട് വിത്തിട്ട് 2-ാം ദിവസം തന്നെ മഴ വന്നിട്ട് അത് കംപ്ലീറ്റ് പോയി. പിന്നെ നാറ്റാടി ഇട്ടു. ആ നാറ്റാടി കണ്ടിന്യൂസ് മഴയായത് കാരണം അത് വളർന്നു വന്നിട്ടില്ല. അതിന് ബാക്കിയുള്ളതാണ് ഞാൻ ഇവിടേക്ക് ഇട്ടിരിക്കുന്നത്. ഇവിടെ നന്നായി ആയിട്ടുണ്ട് കരയിൽ, പക്ഷേ വയലിൽ ഇത് കംപ്ലീറ്റ് പോയി, ഒരു വിചാരിച്ച പോലെ ഒന്നും വന്നില്ല. അപ്പോൾ ഞാനിപ്പം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഷീറ്റ് ഇട്ടിട്ട് നമ്മൾക്ക് 365 ദിവസവും നെൽകൃഷി ചെയ്യാനുള്ള ഒരു മാതൃകയാണ് ഞാനിവിടെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ വ്യത്യസ്ത രീതിയിൽ ഇതിൽ ഷീറ്റ് ഇട്ടിട്ട് ചെയ്തിരിക്കുന്നു. ഇതിൽ സൺമധു, അതിൽ ജയ, പൗർണമി, കാസർഗോഡൻ 4 വെറൈറ്റി ഇവിടെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം അതിൻ്റെ പരീക്ഷണാർത്ഥം അതിൻ്റെ ഈൽഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്തത്. കുറഞ്ഞ സ്കെയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി കുറേ കൂടി വിപുലീകരിച്ചിട്ട് നമ്മൾക്ക് 365 ദിവസവും നെൽകൃഷി ചെയ്യാനുള്ളൊരു പ്ലാൻ. ഇതിൻ്റെ മെച്ചം എന്ന് പറയുന്നത്, നമ്മൾ വയലിൽ ചെയ്യുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം, അടിവളയായാലും എല്ലാം ഈ വെള്ളത്തിലിങ്ങനെ ഒഴുകിയിട്ട് അങ്ങ് പോകും, നമുക്ക് ആവശ്യത്തിന് കിട്ടില്ല. പിന്നെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും, അമിതമായ വെള്ളം ചിലപ്പോൾ ഡ്രൈ ആയിട്ട് കിട്ടും. ഇതാകുമ്പോൾ ഷീറ്റിലാകുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ വളം ഇട്ട് കൊടുക്കുന്ന അടിവളമായാലും മറ്റുള്ള വളമായാലും ന്യൂട്രിയൻസ് ആയാലും എവിടെയും പോകില്ല, അത് നമുക്ക് അവിടെ തന്നെ ഉണ്ടാവും, ആ നെല്ലിന് തന്നെ കിട്ടും. പിന്നെ വരുന്നത് വെള്ളത്തിൻ്റെ ക്രമീകരണം. കൂടുതൽ വെള്ളമാകുമ്പോൾ നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കാം. പിന്നെ വെള്ളം കുറയുമ്പോൾ നമുക്ക് അടിച്ചതിൽ പമ്പ് ചെയ്തിട്ട് അതിലേക്ക് കയറ്റുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു കൺട്രോൾ എൻവയോൺമെൻറ്റിൽ നമ്മൾ കൃഷി ചെയ്യുകയാണ്. ഇനി നമ്മളുടെ എല്ലായിടത്തും ഇപ്പം കാലാവസ്ഥാ വ്യതിയാനം, ഇത് പലപ്പോഴും അമിതമായ മഴ, അല്ലെങ്കിൽ മഴയില്ല. ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥയെ ആശ്രയിച്ച് കൃഷി ചെയ്യുമ്പോഴുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള രീതികൾ പരീക്ഷിച്ച് നോക്കേണ്ടിയിരിക്കുന്നു. കാരണം ആ ഒരു രീതിയാണ് ഞാനിവിടെ അവലംബിച്ചിരിക്കുന്നത്. ഷീറ്റിലിട്ടിട്ട് നെൽകൃഷി ചെയ്യുക. അപ്പോൾ നമുക്കിത് നമ്മളുടെ കൺട്രോൾ എൻവയോൺമെൻറ്റിലാണ് ഇത് ചെയ്യുന്നത്. ഇനിയിപ്പോൾ കീടങ്ങൾ വരികയാണെങ്കിൽ ഒരു നെറ്റിട്ട് കൊടുത്ത് അതിന് ഇത് ചെയ്യാം. അങ്ങനെ ചെറിയൊരു ഷീറ്റിൻ്റെ ആ ഒരു എക്സ്പെൻസ് ഉണ്ട് എന്നതാണ്. അത് കുറേ കാലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇതാണ്, റിക്കവറബിൾ എക്സ്പെൻസാണത്. അപ്പോൾ വയലിലേക്ക് ചെയ്യുന്നതിനെക്കാട്ടിയും എനിക്ക് നന്നായിട്ട് തോന്നുന്നത് ഇതാണ്. കാരണം ഇത് കഴിഞ്ഞപ്പാട് തന്നെ അടുത്ത ക്രോപ്പ് ചെയ്യാം. 360 നമുക്ക് ഇങ്ങനെ നെൽകൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയാണിത്. അതായത് കണ്ടോ നോക്കി, ഇതിൻ്റെ വളർച്ചയും നമ്മൾ ഇപ്പോൾ കൂടുതലൊന്നും ആയിട്ടില്ല ഇത് ചെയ്തിട്ട്. ഇപ്പോൾ അടുത്ത് ഞാൻ ഡേറ്റ് ചെയ്താണ്ട ഇതിൻ്റെ നോക്കി നല്ല ഇതായിട്ട് വരുന്നുണ്ട്. അതുപോലെ അവിടെ ചെയ്തിരിക്കുന്നതും ഷീറ്റിലാണ്. വേറൊരു പരീക്ഷണം എന്ന് പറയുന്നത് നെല്ലും മീനും. അതേ മീനിട്ടിട്ട് നെല്ലും മീനും അത് നോക്കുകയാണ്. നമ്മൾ പണ്ടൊക്കെ കുട്ടനാടൻ ആലപ്പുഴയിലൊക്കെ ചെയ്തിരുന്ന ഒരു രീതി ഇവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. ഇതാണ് മുറിക്കുന്ന നെല്ല്, അതും ഷീറ്റിൽ തന്നെയാണ്. ഏകദേശം കൊഴിയാറായി. അത് കാസർഗോഡൻ വെറൈറ്റിയാണ്, നല്ല ഹൈറ്റിൽ പോകുന്നതാണ്. അതും ഷീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഷീറ്റിൽ നല്ല വളമൊക്കെ ഇട്ടിട്ട് ജൈവവളം നല്ല സമ്പൂർണ്ണമാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വളനഷ്ടം വരുന്നില്ല. മറ്റുള്ള ഇത് ചിലവ് കുറവാണ്. ആദ്യത്തെ ഒരു ഇനീഷ്യൽ ചിലവ് മാത്രമേ ഉള്ളൂ. ഇത് നല്ലൊരു മാർഗ്ഗമായിട്ടാണ് എനിക്ക് കാണുന്നത്. ഇനി ഇത് വിപുലീകരിക്കാനാണ് എൻ്റെ പ്ലാൻ. താങ്ക് യു.